എടാ മക്കളെ 15 മിനിറ്റ് കൊണ്ട് 40 മാർക്ക് നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. വെറും 15 മിനിറ്റ് 40 മാർക്കിന്റെ ക്വസ്റ്റിന് നോക്കില്ലടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറെന്റ് ലെവൽ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. മാനവവിഭവശേഷി വികസനത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ചിട്ടാണ്. 4 തലങ്ങൾ ഏതാണ്ടാ? ഒന്നാമത്തത് ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കില്ല്. വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഫാമിലി ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെന്റ് for the development of the potential of individuals. കുടുംബം വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. Various institutions agencies provide facilities for education and training. വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും എന്ത് ചെയ്യുന്നു? പഠനം, പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. Last, nation provide the necessary facilities for its people to develop their skill. രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. 4 മാർക്കിന്റെ ചോദ്യം മക്കളെ. രണ്ടാമത്തത് എക്സ്പ്ലെയിൻ വൈ പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് കണ്ടക്റ്റഡ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് അല്ലെ. എന്താണ് ജനസംഖ്യാ പഠനത്തിന്റെ പ്രാധാന്യം? 4 പോയിന്റ് പഠിച്ചു വെച്ചോളി. 4 മാർക്കിന്റെ ചോദ്യം. ഇൻഫോം ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ എ കൺട്രി. രാജ്യത്തെ മാനവവിഭവശേഷിയുടെ ലഭ്യത അറിയാന്. ഡെപിക്സ് ദ എക്സ്റ്റെന്റ് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ ബൈ ദ പീപ്പിൾ. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് കിട്ടി. മൂന്നാമത്തെ പോയിന്റ് ക്വാണ്ടിഫൈ ദ ഗുഡ്സ് ആൻഡ് സർവീസ് റിക്വയർഡ്. ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്താൻ. ഡിറ്റർമൈൻ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് പോളിസീസ്. സാമൂഹിക സാമ്പത്തിക വികസന നയങ്ങളെ രൂപീകരിക്കാൻ. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. വിദ്യാഭ്യാസം എങ്ങനെ രാജ്യത്തിന്റെ വികസനത്തെ സഹായിക്കുന്നു? നമ്മുടെ ഫ്ലോ ചാർട്ടടാ നോക്കിയടാ. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഇംപ്രൂവ് ദ സ്കിൽ ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നു. ബെറ്റേഴ്സ് ദ ടെക്നോളജിക്കൽ നൗ ഹൗ. സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു. എന്നാലോ ഹെൽപ്പ് ദ സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു. ലാസ്റ്റ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ജീവിത നിലവാരം ഉയരുന്നു. 4 മാർക്കിന്റെ ചോദ്യം. ക്ലിയർ ആണോ? ഇനി നോക്കിയടാ നാലാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ. സ്പീഡും ഡയറക്ഷന്റെയും സഹായിക്കുന്ന അല്ലെ വേഗതയും ദിശയും സഹായിക്കുന്ന 3 ഘടകങ്ങൾ. 3 മാർക്കിന്റെ ചോദ്യം. 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രഷർ ഗാർഡിയന്റ്, കോറിയോളിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ അല്ലെ, വർദ്ധച്ചെരിവ്, കോറിയോളിസ് പ്രഭാവം, ഘർഷണം. 3 മാർക്ക്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം എന്താണ്? കോറിയോളിസ് ഫോഴ്സിനെ കുറിച്ചിട്ട് അല്ലെ. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേരിയേഷൻ ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. 3 പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നെന്താണ്? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ഉയരമാണടാ, താപമാണടാ, ആർദ്രതയാണടാ. നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർത്തോ. 3 മാർക്കിന് ചോദ്യം ഇത് മാത്രം എഴുതി വെക്കാനുണ്ടായിരിക്കും. നോക്കിയടാ. ഇനി അടുത്തത് കാറ്റുകൾ. എക്സ്പ്ലെയിൻ ഹൗ ദ കോറിയോളിസ് ഫോഴ്സ് എഫക്ട് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് അല്ലെ. കാറ്റുകളുടെ ദിശയെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളിൽ രണ്ടാമത്തെ ഘടകമായി നമ്മൾ എണ്ണിയതാണടാ എന്ത്? കോറിയോളിസ് ബലം എന്നുള്ളത്. അത് എങ്ങനെയാണ് കാറ്റുകളുടെ ദിശയെ സ്വാധീനിക്കുന്നത്? എന്താണ് കോറിയോളിസ് എന്ന് എഴുതി വെക്കണം. എന്താണ് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ എന്താണ്? ഫ്രീലി മൂവിംഗ് ബോഡീസുകളൊക്കെ റൈറ്റിലാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലാണ്. അഥവാ എന്താണ്? ചലിക്കുന്ന വസ്തുക്കളൊക്കെ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് വലത്തോട്ടാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് ഇടത്തോട്ടാണ്. ഇതാണ് കോറിയോളിസ് ബലം. അതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റുകളുടെ ദിശ എങ്ങോട്ടായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ടുമായിരിക്കും അല്ലെ. ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് ഫെറൽ നിയമം എന്നുള്ളത്. അടുത്തത് എന്താ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്. മൺസൂൺ വിൻഡുകൾ രൂപീകരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. 3 ഘടകങ്ങൾ, 3 പോയിന്റ്. ഓക്കെ ആണോ? 3 പോയിന്റ് ഏതൊക്കെയാണ്? ദ അപ്പിയറന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. സൂര്യന്റെ അയനം, കോറിയോളിസ് ഫോഴ്സ്, അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. ഈ 3 പോയിന്റ് പഠിച്ചു വെക്കോ. 3 മാർക്കാണ് മക്കളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി അടുത്ത എന്താണ് അസ്ഥിരവാദം? വേരിയബിൾ വിൻസ് എന്ന് പറയുന്നത്. വേരിയബിൾ വിൻസ് 2 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ല. സൈക്ലോണും ആന്റി സൈക്ലോണും അഥവാ ചക്രവാതവും പ്രതിചക്രവാതവും. അപ്പൊ എന്താണ് അസ്ഥിരവാദം എന്ന് പറയുന്നത്? കുട്ടിയോളെ 3 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദ്യം ചോദിക്കാം. എന്താണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്? വേരിയബിൾ വിൻസ് ആർ വിൻസ് വിത്ത് എൻറ്റയർലി ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോംഡ് ഡ്യൂറിങ് certain atmospheric situations.
സിറ്റുവേഷൻ, ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളോട് കൂടിയിട്ടുള്ള കാറ്റുകളാണ്. തികച്ചും വ്യത്യസ്തമാണ് ആ കാറ്റുകളാണ് ഏതടാ അസ്ഥിരവാദങ്ങൾ. അതിൽ പെട്ടതാണ് സൈക്ലോണ്, ആന്റി സൈക്ലോണ്. സൈക്ലോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏരിയയിൽ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും, അതിന്റെ ചുറ്റുഭാഗത്ത് എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് നമ്മൾ എഴുതി വരും, ഇന്നത്തെ ലൈവിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കി അടുത്തത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിലേറ്റഡ് ദ അപ്പയറന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. അല്ലെ, സൂര്യന്റെ ആയനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വിശദമാക്കുക. എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യം 4 മാർക്കിന്റെ ചോദ്യമാണ്, അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമാണ് മക്കളെ. ഉത്തരായനവും ദക്ഷിണായനവും പറയാന് നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ശൈത്യായനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക്, അല്ലെ, അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നതാണ്. എന്നാ പോകുക? ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയാണ്. അല്ലെ, അതിന് പറയുന്ന പേരാണ് എന്ത്? സമ്മർ സോൾസ്റ്റൈസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, അപ്പൊ എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ ആയനത്തിന് ഉത്തരായനം എന്ന് പറയുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും? കൂടി വരികയാണ്. ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഗ്രാജുവലി ഇൻക്രീസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അല്ലെ, അപ്പൊ എന്താണ്? ദക്ഷിണായനം എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഗ്രീഷ്മായനാന്ത ദിനത്തെ തുടർന്ന് സമ്മർ സോൾസ്റ്റൈസിനെ തുടർന്നിട്ട് സണ്ണിന്റെ പൊസിഷൻ എവിടേക്ക് മാറും? ആ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പോകും. ആ സമയത്താണ് എന്ത്? ദക്ഷിണായനം എന്ന് പറയുന്നത്. ദക്ഷിണായനം ജൂൺ 21 മുതൽ ഡിസംബർ 22 വരെയാണ്. ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ അഥവാ ഉത്തരാർദ്ധഗോളത്തിൽ ലെങ്ത് ഓഫ് ദി ഡേ ഈസ് ഡിക്രീസിങ്. അല്ലെ, ഉത്തരാർദ്ധഗോളത്തിൽ പകലുകളുടെ ദൈർഘ്യം എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു. സെറ്റാണോ? 4 മാർക്കിന്റെ ചോദ്യമാണടാ. ഓക്കെ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ കുറിച്ച്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. 5 പോയിന്റുകൾ, 5 മാർക്കോ അല്ലെങ്കിൽ 4 പോയിന്റ് 4 മാർക്കോ കിട്ടും. എങ്ങനെയാ? 180 ഡിഗ്രി ആണടാ. എന്താണ് 180? ലോഞ്ചിറ്റ്യൂഡിന് പറയുന്ന പേരാണടാ ഏത്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അല്ലെ, രേഖാംശ രേഖയാണ്. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ല, നേർരേഖയല്ല. ഇത് എവിടെ കൂടിയാ പാസ് ചെയ്യുന്നത്? ത്രൂ ബെറിംഗ് സ്ട്രൈറ്റ് ഇൻ പസഫിക് ഓഷ്യൻസിലെ ബെറിംഗ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഡിഫറൻസ് എന്താ? ഈസ്റ്റും വെസ്റ്റും തമ്മിൽ എത്ര മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്? 24 അവേഴ്സിന്റെ 24 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് കിഴക്കും പടിഞ്ഞാറും. മാത്രമല്ല എന്താണ്? പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടും, കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് എന്താണ്? വസന്തകാലത്തിന്റെ പ്രത്യേകത, സവിശേഷത. സ്പ്രിംഗ് സീസണിന്റെ പ്രത്യേകത 3 മാർക്കിന് ചോദിക്കൂട്ടോ. അല്ലെങ്കിൽ ഓട്ടമിന്റെ അതായിരിക്കും. ഓട്ടമിനൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ സ്പ്രിംഗിന്റെ സീസൺസിന്റെ കാറ്റസിക്സ് നോക്കിയോളെ. എന്നാണ്? ബിറ്റ്വീൻ 21 മാർച്ച് ആൻഡ് ജൂൺ 21. മാർച്ച് 21നും ജൂൺ 21നും ഇടയിലാണ്. എന്നാൽ ഭൂമധ്യരേഖയിൽ നിന്ന് ഇക്വേറ്ററിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക്, അല്ല, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള ആ ഒരു കാലയളവിലാണ് എന്ത്? ഉത്തരാർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വസന്തകാലം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പോയിന്റ്, 3ാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതി വെക്കാം. ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. ശൈത്യകാലത്തിൽ നിന്ന് എങ്ങോട്ടുള്ള കാലമാണടാ? വേനൽക്കാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ സ്പ്രിംഗ് എന്ന് പറയുന്നത്, അഥവാ ഈ വസന്തകാലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എൻ്റെ കുട്ടികളെ? അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? പ്ലാന്റ് സ്പ്രൗട്ടിങ്, മാംഗോ ട്രീസ് ബ്ലൂമിങ് ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബഡ്സ്. ചെടികൾ തളിർക്കുന്നു, പുഷ്പിക്കുന്നു, മാവ് പൂക്കുന്നു, പ്ലാവുകളിലെ ചക്കയുണ്ടാകുന്നു. 3 പോയിന്റ് പഠിച്ചു വെക്കുക. 3 മാർക്കാണ് മക്കളെ. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോടാ? ഇത്രയാടാ 40 മാർക്കോളം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോസിലൂടെ നമ്മൾ കിട്ടിയിട്ടുണ്ട്, നമ്മൾ തന്നിട്ടുണ്ട്. നാളത്തെ എക്സാമിന് ഈ ഒരു 40 മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓപ്ഷൻസുകൾ അടക്കമുള്ള 40 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മക്കളെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവരും എത്തണം, എല്ലാവരും എത്തിയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? വൈൻഡ് അപ്പ് ചെയ്യാണ് മക്കളെ. ബൈ.